62ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവം ഇന്ന് സമാപിക്കും. സ്വർണ്ണക്കപ്പിനായി കോഴിക്കോടും കണ്ണൂരും തമ്മിൽ ഇഞ്ചോടിഞ്ച് പോര് നടക്കുകയാണ്. 896 പോയിന്റുകളുമായി കോഴിക്കോടാണ് നിലവിൽ മുന്നിൽ. ഒന്നാമതെത്തുന്ന ജില്ലയ്ക്ക് 24 ചാമ്പ്യൻസ് ട്രോഫി കൈമാറും. രാവിലെ 9 മണി മുതൽ കലോത്സവ നഗരിയിലെ പ്രത്യേക പവലിയനിൽ ഈ ട്രോഫി പ്രദർശിപ്പിക്കും. വൈകിട്ട് 5 മണിക്ക് നടക്കുന്ന സാംസ്കാരിക സമ്മേളനം പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ ഉദ്ഘാടനം ചെയ്യും. നടൻ മമ്മൂട്ടിയാണ് മുഖ്യ അതിഥി. ഗോപിക സുരേഷും ഒപ്പം കീർത്തന കേശവൻ നൽകും ഏറ്റവും പുതിയ അപ്ഡേറ്റുകൾ കലോത്സവ നഗരിൽ നിന്നും. ആദ്യം ഗോപിക സുരേഷിലേക്ക്. ഗോപിക, ഗുഡ് മോർണിംഗ്. പോയിന്റ് നിലയിൽ കണ്ണൂരും കോഴിക്കോടും ഇഞ്ചോടിഞ്ച് പൊരു നിൽക്കുന്നു. ആരായിരിക്കും കപ്പുയർത്തുക എന്നറിയാനുള്ള ആകാംക്ഷ അത് ഏറി വരുന്നുണ്ട്. ഇന്ന് നടക്കുന്ന മത്സരങ്ങൾ ഏതൊക്കെ? എന്താണ് ഏറ്റവും ഒടുവിലെ പോയിന്റ് നില? പ്രജിൻ, ഗുഡ് മോർണിംഗ്. കലോത്സവത്തിന്റെ സമാപന ദിവസമാണ് ഇന്ന്. കൊട്ടിക്കലാശമാണ് ഇന്ന്. കോഴിക്കോടും കണ്ണൂരും തമ്മിലുള്ള ഒരു ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. കോഴിക്കോട് പോയിന്റ് പട്ടികയിൽ 896 പോയിന്റുമായി പോയിന്റ് പട്ടികയിൽ കോഴിക്കോട് ഒന്നാം സ്ഥാനത്ത് നിൽക്കുകയാണ്. കണ്ണൂർ തൊട്ട് പിന്നിൽ തന്നെയുണ്ട്. 896 പോയിന്റുമായി കണ്ണൂരാണ് രണ്ടാം സ്ഥാനത്ത്. പാലക്കാടും തൃശൂരും മലപ്പുറവും 3, 4, 5 സ്ഥാനങ്ങളിൽ ഉണ്ടെങ്കിൽ തന്നെയും കോഴിക്കോടും കണ്ണൂരും തമ്മിലുള്ള ഒരു ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ്, അല്ലെങ്കിൽ സ്വർണ്ണക്കപ്പിനായുള്ള ഒരു കടുത്ത മത്സരമാണ് ഇന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇന്ന് നടക്കുന്ന മത്സരങ്ങളുടെ ഫലങ്ങൾ കൂടി വരുന്നത് അടിസ്ഥാനമാക്കിയായിരിക്കും കോഴിക്കോടാണോ അതോ കണ്ണൂരാണോ കപ്പ് കൊണ്ടുപോവുക എന്ന് പറയാൻ സാധിക്കുക. ഈ സ്വർണ്ണക്കപ്പ് കോഴിക്കോട് നിന്ന് കൊല്ലത്തേക്ക് കൊണ്ടുവരുമ്പോൾ കോഴിക്കോട് ഉറപ്പിച്ച് പറയുന്നുണ്ടായിരുന്നു തിരികെ സ്വർണ്ണക്കപ്പ് കൊല്ലത്ത് നിന്ന് കോഴിക്കോടേക്ക് കൊണ്ടുപോകും എന്ന്. അത് നമുക്ക് അല്പസമയത്തിനകം തന്നെ അറിയാൻ സാധിക്കും. ഇന്നാണ് സമാപന സമ്മേളനം. പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ ഉദ്ഘാടനം ചെയ്യും. മമ്മൂട്ടിയാണ് പ്രധാന മുഖ്യ അതിഥി. മമ്മൂട്ടിയിൽ നിന്നാണ് ഈ സ്വർണ്ണക്കപ്പ് കുട്ടികൾ ഏറ്റുവാങ്ങുക. ഒപ്പം തന്നെ വിവിധ വിഭാഗങ്ങളിലുള്ള 30 ട്രോഫികളും ഇന്ന് വിതരണം ചെയ്യും. ഇന്നത്തെ പ്രധാന മത്സരങ്ങൾ നോക്കുകയാണെങ്കിൽ ഞാനിപ്പോൾ ഉള്ളത് പ്രധാന വേദിയിലാണ്. അല്പസമയത്തിനകം തന്നെ മത്സരങ്ങൾ 9:30 മത്സരങ്ങൾ ആരംഭിക്കും. ഇന്നത്തെ പ്രധാന മത്സരങ്ങൾ നോക്കുകയാണെങ്കിൽ പരിചയമുട്ട കേരള നടനം, സ്കിറ്റ്, വഞ്ചിപ്പാട്ട്, വയലിൻ മത്സരങ്ങളാണ് ഇന്ന് പ്രധാനമായി നടക്കുന്നത്. ഇന്നത്തെ മത്സരങ്ങളുടെ പോയിന്റ് കൂടി വരുന്നത് അടിസ്ഥാനമാക്കിയായിരിക്കും സ്വർണ്ണക്കപ്പ് ആര് കൊണ്ടുപോകും എന്ന് പറയാൻ സാധിക്കുക. ശരി, ഗോപിക സുരേഷാണ് അത് സംബന്ധിച്ച വിശദാംശങ്ങൾ നൽകിയത്. ഇപ്പോൾ കീർത്തന കേശവൻ കൂടി ചേരുന്നു. കീർത്തന, ഗുഡ് മോർണിംഗ്. ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം 24ന്റെ കപ്പ്, അത് ഏറ്റവും കൂടുതൽ പോയിന്റ് നേടുന്ന ജില്ലയ്ക്ക് സമ്മാനിക്കുന്നുണ്ട്. അതിന്റെ ഒരുക്കങ്ങളൊക്കെ അവിടെ പൂർത്തിയായിട്ടുണ്ടോ? കപ്പ് ഇന്ന് നമ്മുടെ പവലിയനിൽ പ്രദർശിപ്പിക്കുന്നുമുണ്ട്. വിശദാംശങ്ങൾ പറയൂ. പ്രജിൻ, ഗുഡ് മോർണിംഗ്. പ്രജിൻ സൂചിപ്പിച്ച പോലെ തന്നെ അത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ഈ ഒന്നാമതെത്തുന്ന ജില്ലയ്ക്ക് എല്ലാ കൊല്ലവും നൽകുന്ന പോലെ 24 ഇക്കൊല്ലവും ചാമ്പ്യൻസ് ട്രോഫി നൽകുന്നുണ്ട്. അത് ആരാണ് എന്നുള്ളതാണ് ഇനി അറിയാനുള്ളത്. എന്തായാലും കടുത്ത മത്സരമാണ് ജില്ലകൾ തമ്മിൽ. നമ്മൾ 9 മണിക്ക് തന്നെ നമുക്ക് നമ്മുടെ പ്രത്യേക പവലിയനിൽ നമ്മുടെ ചാമ്പ്യൻസ് ട്രോഫി പ്രദർശിപ്പിക്കും. വൈകുന്നേരം വരെ മത്സരാർത്ഥികളെ ഈ ഒന്നാമതെത്തുന്ന ജില്ല ഏതെന്ന് അറിയുന്നത് വരെ അതവിടെ തുടരും. ശേഷം നമ്മൾ ഈ ചാമ്പ്യൻസ് ട്രോഫി എല്ലാ കൊല്ലവും ഈ ജേതാക്കൾക്ക് കൈമാറുന്ന പോലെ ഇക്കൊല്ലവും നമ്മളത് കൈമാറും. എന്തായാലും ഇന്ന് വൈകിട്ട് 5 മണിക്കാണ് സമാപന സമ്മേളനം. പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശനാണ് സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്തത്. മെഗാസ്റ്റാർ മമ്മൂട്ടിയാണ് ഈ സ്വർണ്ണക്കപ്പ് ജേതാക്കൾക്ക് ഏതാണ് ഒന്നാമത്തെ ജില്ല അവർക്ക് കൈമാറുന്നത്. 30 ട്രോഫികൾ ഇന്ന് വിതരണം ചെയ്യുന്നുണ്ട്. 20 കുട്ടികൾക്ക് മാത്രമേ സ്റ്റേജിൽ കയറി ഈ ട്രോഫികൾ ഏറ്റുവാങ്ങാൻ സാധിക്കുകയുള്ളൂ. ബാക്കി കുട്ടികൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള ആഹ്ലാദ പ്രകടനമോ മറ്റോ നടത്തണമെങ്കിൽ, ഫോട്ടോ എടുക്കണമെങ്കിൽ ഈ സ്റ്റേജിന് തൊട്ട് താഴെ അതിനുള്ള അവസരങ്ങൾ ഒരുക്കുന്നുണ്ടെന്ന് നമ്മുടെ മന്ത്രിമാർ അറിയിച്ചിട്ടുണ്ട്. ഇപ്പോൾ സമാപന സമ്മേളനം വൈകിട്ട് നടക്കും. ഇന്ന് കുറച്ച് മണിക്കൂറുകൾക്കുള്ളിൽ നമുക്കറിയാം ഈ സ്വർണ്ണക്കപ്പ്, കോഴിക്കോട് നിന്ന് വന്ന സ്വർണ്ണക്കപ്പ് ഇനി ഏത് ജില്ലയിലേക്ക് പോകുമെന്നുള്ളത്. ഒപ്പം ഞാൻ സൂചിപ്പിച്ച പോലെ തന്നെ 24ന്റെ ചാമ്പ്യൻസ് ട്രോഫിയും ഇന്ന് ജേതാക്കൾക്ക് നൽകും. പ്രജി, കേശവനാണ് വിശദാംശങ്ങൾ നൽകിയത് കലോത്സവ നഗരിയിൽ നിന്നും.